ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിട്ട് ചക്കക്കുരുവിൻ്റെ ഒരു കറിയാണ് കേട്ടോ. ചക്കക്കുരു, ഉള്ളി, തക്കാളി, പച്ചമുളക്, മാങ്ങ അതൊക്കെ ഇട്ടിട്ട്, പിന്നെ അത് മാത്രമല്ല പിന്നെ നല്ല ചെമ്മീനുണ്ട് കേട്ടോ. ചെമ്മീനും കൂടി ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. പച്ച ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. വെച്ചാൽ കുറച്ച് വേവുണ്ട് ചക്കക്കുരുവിന്. അപ്പം ഇനി അതിലേക്ക് ഇടുന്നത് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. പിന്നെ വേവാനാവശ്യത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. വെന്തിട്ടില്ലെങ്കിൽ രണ്ടാമത് വേവിച്ചെടുക്കണം കേട്ടോ. എന്നാൽ കുറച്ച് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞു വന്നതല്ല, ഇത് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് കേട്ടോ. ഇല്ലെങ്കിൽ ഉടഞ്ഞ് പേസ്റ്റ് പോലെ ആക്കിയിട്ടില്ല കേട്ടോ. ഇതിൽ വെള്ളം കുറച്ച് കുറവാണ്, അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചച്ചെമ്മീനായിട്ട് ഇട്ട് കൊടുത്ത് ഉണക്കച്ചെമ്മീനും ഇട്ട് കൊടുക്കാം, പച്ചച്ചെമ്മീനും ഇട്ട് കൊടുക്കാം. നമ്മളടുത്ത് പച്ചച്ചെമ്മീൻ ഉള്ളതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടോ. അതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ചെമ്മീനൊന്ന് വെന്ത് വരാൻ അത്രയൊന്നും സമയം വേണ്ട കേട്ടോ. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചെമ്മീനൊന്ന് കാണാനായില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വറവിട്ടെടുക്കണം. അടിപൊളിയാണ് കേട്ടോ. ഈ കറി ഇതുവരെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, കുറച്ച് കടി ഇട്ട് കൊടുക്കാം, കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഒരു 2-3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം മതി ചോറ് വയ്ക്കാൻ. പിന്നെ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.